ഞാനൊരു നേഴ്സായിട്ട് മെഡിക്കൽ കോളേജ് കോട്ടയത്ത് വർക്ക് ചെയ്യുക ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ OETക്കായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. UK പോകാനായി. ആ സമയത്താണ് UK ഫുള്ളും റിക്രൂട്ട്മെൻറ്റൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ഇങ്ങനെ ഫ്രീസ് ചെയ്യാൻ പോകുന്നു എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരുന്നതും, അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ എക്സാം എഴുതണോ ഡേറ്റ് എടുക്കണോ എന്നൊക്കെ അറിയാതെ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നു. അതുവരെ എനിക്ക് കൃപാസനത്തെ പറ്റി ഒട്ടും അറിയില്ലായിരുന്നു. എവിടേക്കോ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷേ വ്യക്തമായ ഒരു ധാരണയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ഒരിക്കൽ മുറിയിൽ റൂം അടച്ചിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് സങ്കടം വന്നു. ഒരുപാട് കരഞ്ഞ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് വേറൊന്നും മനസ്സിലോട്ട് വന്നില്ല. എൻ്റെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷനായിട്ട് ഒരു ഉടമ്പടി എടുക്കണം, കൃപാസന മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കണം എന്നാണ് എൻ്റെ മനസ്സിലോട്ട് വന്നത്. പക്ഷേ ഉടമ്പടി എന്താണെന്നോ കൃപാസനം തന്നെ എന്താണെന്നോ എനിക്ക് വ്യക്തമായിട്ട് ധാരണയൊന്നും ഇല്ലായിരുന്നു. എവിടേക്കോ കണ്ട ഒരു ഓർമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പത്രങ്ങളൊക്കെ പലപ്പോഴും എന്നെ കണ്ടിട്ടുണ്ട്, ചിലത് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഞാൻ വായിച്ചിരുന്നില്ല. പക്ഷേ എനിക്ക് ആദ്യമേ ഒരു സൊല്യൂഷനായിട്ട് എൻ്റെ മനസ്സിലോട്ട് വന്നത് മാതാവിൻ്റെ പക്കൽ മാത്രമാണ് എനിക്കൊരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ഐഡിയ ആണ് അപ്പോൾ എൻ്റെ മനസ്സിലോട്ട് വന്നത്. അപ്പോൾ ആ റൂമിൽ വെച്ച് തന്നെ ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് ഇങ്ങനെ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം എക്സാമൊക്കെ കഴിഞ്ഞു. ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി ചെയ്തു തുടങ്ങി. പക്ഷേ ആ സമയത്ത് എനിക്ക് നല്ലതുപോലെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്നിങ്ങനെ ആഗ്രഹിച്ചു. ആ സമയത്ത് ഞാൻ എൻ്റെ ഒരു ജൂനിയറിൽ നിന്ന് അറിഞ്ഞു എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയും വന്നാണ് കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുമ്പോഴും അന്നേരം എനിക്ക് UK പോകണം, ആ ഒരു ഇൻറ്റൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതല്ലാതെ ഉടമ്പടി എന്താണെന്നോ വ്യക്തമായിട്ട് അതെന്താണെന്ന് എനിക്ക് ഒട്ടും മനസ്സിലായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് ഞങ്ങൾ ശരിക്കും സീരിയസ് ആയിട്ട് ശരിക്കും മനസ്സിലാക്കിയിട്ടല്ല വന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലി, ആ ഒരു ചിന്ത മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് വന്നിട്ട് ഉടമ്പടി എടുത്തിട്ട് പോയി. ഞാൻ ICUലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വെച്ച് എനിക്ക് ഒരുപാട് രോഗികളൊക്കെ കാരുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യാനൊക്കെ അവസരം ലഭിക്കും, അതിനൊക്കെ സാഹചര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. അങ്ങനെ ഉടമ്പടി ചെയ്തു, ഉടമ്പടി പൂർത്തിയാക്കി കൃത്യം ഒരു 10-12 ദിവസത്തിനുള്ളിൽ ഞാൻ ഉടമ്പടി ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു UK ഏജൻസി വഴിയായിട്ട് അങ്ങോട്ട് പോകാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവർ തന്നെ ഒത്തിരി ഹോസ്പിറ്റൽസിന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, എനിക്കൊരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ മെയിൽ ചെയ്ത് ഇങ്ങനെ ഞങ്ങളുടെ CV ഡീറ്റെയിൽസൊക്കെ അയച്ചു കൊടുത്ത് ഞങ്ങൾ എക്സ്ട്രാ കുറേ ക്ലാസ്സൊക്കെ കൂടി ഞങ്ങളുടെ CV ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് അവരിങ്ങനെ ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അന്നത്തെ ഇൻബോക്സ് കണ്ടറിയാം, ഫുള്ള് റിജക്ഷൻ മെയിൽ മാത്രമായിരുന്നു. ഫുള്ള് എവിടേക്ക് അപ്ലൈ ചെയ്യുന്നു അതൊക്കെ റിജക്റ്റ് ചെയ്ത് പോവും. അങ്ങനെ എനിക്കറിയില്ല, ഒരു 10-100 അടുത്ത് റിജക്ഷൻ മെയിൽ എനിക്ക് വന്നിട്ടുണ്ട്. അത് ആ ഏജൻസിക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം റിജക്റ്റായി പോവുമായിരുന്നു. അതിനുശേഷം എനിക്ക് പ്രതീക്ഷ ഒന്നുമില്ലായിരുന്നു. കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു കാര്യം നടക്കത്തില്ല എന്ന് പോലും വിചാരിച്ച സമയത്ത് ഉടമ്പടി എടുത്തുകൊണ്ടിരുന്നത്. ഉടമ്പടിയുടെ സമയത്തായാലും റിജക്ഷൻസ് തന്നെ വന്നുകൊണ്ടിരുന്നത്.